ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്ന യൂണിറ്റിൽ വരുന്ന ഒരു ചെറിയ ഏരിയ ആണ്. എന്താന്ന് നോക്കാം. സോഷ്യൽ റിസർച്ച് ആൻഡ് ദി റിസർച്ചർ. എന്താണ് സോഷ്യൽ റിസർച്ച് എന്നും അതുപോലെ തന്നെ ഒരു റിസർച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. Social science research. Social science research can be defined as the act of re-examining the social world with the goal of better understanding or explaining why or how people behave. ആളുകൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നന്നായി മനസ്സിലാക്കുന്നതിനോ വിശദീകരിക്കുന്നതിനോ വേണ്ടി എന്ന ആ ഒരു ലക്ഷ്യത്തോടെ നമ്മുടെ ഈ സാമൂഹികമായ ഈ ലോകത്തെ പുനഃപരിശോധിക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് സാമൂഹിക ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത്. അതായത് ഈ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഈ സോഷ്യൽ വേൾഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി, ആ സൊസൈറ്റീനെ അല്ലെങ്കിൽ ആ സമൂഹത്തെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, പുനഃപരിശോധിക്കുകയാണ്. ഓൾറെഡി നിലനിൽക്കുന്ന ആ സൊസൈറ്റിയാണ്, അതിനെ ഒന്നും കൂടെ പുനഃപരിശോധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പുനഃപരിശോധിക്കുന്നത്? ആളുകൾ എങ്ങനെയെല്ലാമാണ് ചിന്തിക്കുന്നത് എന്നും അതുപോലെ തന്നെ ആളുകളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടും കൂടിയിട്ട് നമ്മുടെ ഈ സൊസൈറ്റീനെ ഒന്നും കൂടി പുനഃപരിശോധിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. So, the word research can be interpreted as renewed search or re-examination. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സയൻസ് റിസർച്ചിന് എന്ന ആ ഒരു വേർഡ് നമുക്ക് എന്തെന്നും കൂടി പറയാം, റീ എക്സാമിനേഷൻ അല്ലെങ്കിൽ റിന്യൂഡ് സെർച്ച് എന്നും കൂടി പറയാം. കാരണം ഒന്നും കൂടി പുനഃപരിശോധനയാണല്ലേ അവിടെ നടക്കുന്നത്, ഒന്നും കൂടി പരിശോധിക്കുകയാണ്. ഓൾറെഡി നിലനിൽക്കുന്ന സൊസൈറ്റീനെ വീണ്ടും പരിശോധിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്നും കൂടി പറയാം, റിന്യൂഡ് സെർച്ച് അല്ലെങ്കിൽ റീ എക്സാമിനേഷൻ എന്നും പറയാം. നിങ്ങളോട് എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞാൽ മതി. എന്നാൽ ഡിഫൈൻ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണ് അവിടെ എഴുതേണ്ടി വരിക. അതുകൊണ്ട് ഡിഫൈൻ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് ചോദിച്ചാല് ഞാൻ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ട് ഉള്ളതുപോലെ തന്നെ അക്കോർഡിംഗ് ടു PVM, അങ്ങനെ ആരെ ഡെഫിനിഷൻ ആണോ അവരെ ഫസ്റ്റിൽ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ അക്കോർഡിംഗ് ടു PVM, social research as the systematic method of discovering the new facts or verifying the old facts, their sequences, interrelationship, causal explanations, and the natural laws which govern them. അതായത് PVMന്റെ അഭിപ്രായത്തില് പുതിയ ഫാക്ട്സ് കണ്ടെത്തുന്നതിനോ ഓൾറെഡി നിലനിൽക്കുന്ന ഫാക്ട്സ് ഉണ്ടാവുമല്ലോ, ആ ഫാക്ട്സിനെ ഒന്നും കൂടി വേരിഫൈ ചെയ്യുന്നതിനോ പരസ്പര ബന്ധവും അതുപോലെ തന്നെ കാര്യകാരണ വിശദീകരണങ്ങളും അവയെ നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങൾ ഉണ്ടാവും, നാച്ചുറലി ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ടാവും, അവയെല്ലാം പരിശോധിക്കുന്നതിനുള്ള ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നതെന്നാണ് ആര് പറഞ്ഞത്? PVM പറഞ്ഞത്. According to PVM, social research as the systematic method of discovering the new facts or verifying the old facts. പുതിയതായിട്ടുള്ള ഫാക്ട്സുകൾ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സിനെ ഒന്നും കൂടി വേരിഫൈ ചെയ്യുന്നതിനോ, അതായത് വേരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ദോഷങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ആ സീക്വൻസസും പരസ്പര ബന്ധവും അതിന്റെ കാര്യകാരണ വശങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ആ ഒരു റിസർച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് സീക്ക് ടു ആഡ് ടു എക്സിസ്റ്റിംഗ് നോളജ് അബൌട്ട് ദി റിയാലിറ്റി. അതായത് ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് നോളജ് ഉണ്ടാവും, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് നോളജ്. അപ്പൊ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് അല്പം കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യഥാർത്ഥത്തെ കുറിച്ചുള്ള നിലവിലുള്ള അറിവിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഈ സാമൂഹ്യ ശാസ്ത്രം
ശ്രമിക്കും. നമുക്കിപ്പോ കുറച്ചൊരു നോളജ് ഒക്കെ ഉണ്ടാവും നമ്മളെ സൊസൈറ്റി ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചെറിയ നോളജ് ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് നോളജ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം എന്താണ് സൊസൈറ്റി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ ജനങ്ങള് ബിഹേവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഈ സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ റിസർച്ച് ഈസ് നോട്ട് സിമ്പിൾ. ഈ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണമാണ് പറയുന്നത്, സോഷ്യൽ സയൻസ് റിസർച്ച് ഇൻക്ലൂഡ് മെത്തേഡ്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് വിച്ച് ഹെൽപ്സ് ടു ഡ്രോ കോസൽ റിലേഷൻഷിപ്സ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് ഈ സാമൂഹിക ശാസ്ത്ര ഗവേഷണത്തിന്റെ രീതികളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു റിസർച്ച് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. ടൂൾസ് ഉണ്ട്, നമുക്കറിയാം പലതരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് റിസർച്ച്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾ ആദ്യമേ കണ്ടെത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ റിസർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തില് നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സും ടൂൾസും ടെക്നിക്സ് ഓഫ് റിസർച്ചും സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. വിച്ച് ഹെൽപ്സ് ടു ഡ്രോ കോസൽ റിലേഷൻഷിപ്പ്, ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം, ഈ ഡിഫറെന്റ് മെത്തേഡ്സും ടൂൾസും ടെക്നിക്സും എല്ലാം നമുക്ക് എന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യും, ആ രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ വേരിയബിളുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും ആ ഒരു റിലേഷൻഷിപ്പും, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും എന്നാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സയൻസ് റിസർച്ച് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇത്രയും ബ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഏത് മെത്തേഡിലൂടെ നമ്മൾ ഈ റിസർച്ച് നടത്തണം എന്ന് തീരുമാനിക്കും, പിന്നെ ഏത് ടൂൾസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏത് ടെക്നിക്സ് ഉപയോഗിക്കാം, എന്നിട്ട് ഈ ടൂൾസും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ റിസർച്ച് നടത്താൻ തീരുമാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ നടത്താൻ പോകുന്ന ആ ഒരു റിസർച്ച് ഉണ്ടാവും, അത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താനായിരിക്കുമല്ലോ. അപ്പം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും, അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ടെത്തി വെച്ചിട്ടുണ്ടാവുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും അല്ലെ. ഹൈപ്പോത്തസിസ് ഉണ്ടാവും, എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു ഹൈപ്പോത്തസിസ് കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. ആ ഹൈപ്പോത്തസിസ് ശരിയാണോ അല്ലെങ്കിൽ ഇനി ആ ഹൈപ്പോത്തസിസ് തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഈ സോഷ്യൽ സയൻസ് റിസർച്ച് സഹായിക്കും. ലേണിംഗ് സംതിങ് ന്യൂ അബൌട്ട് ദി സോഷ്യൽ വേൾഡ്, അതായത് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞാല് സംതിങ് ന്യൂ, പുതിയതായിട്ട് എന്തെങ്കിലും കൂടി നമുക്ക് ഈ സോഷ്യൽ വേൾഡിനെ കുറിച്ച് പഠിക്കാൻ സോഷ്യൽ സയൻസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഈ റിസർച്ച് നടത്തുന്ന ആളാണ് ആ ഒരു റിസർച്ചർ, ഗവേഷകൻ എന്നൊക്കെ പറയും. അപ്പൊ ആ ഗവേഷകന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, തിങ്ക് ലോജിക്കലി, യുക്തിപരമായി ചിന്തിക്കുക. വെറുതെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ല ലോജിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾക്ക് നല്ലൊരു റിസർച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദെൻ ഫോളോസ് റൂൾസ്, ഒരു റിസർച്ചിനൊക്കെ ഒരുപാട് റൂൾസും കാര്യങ്ങളും ഉണ്ടാവും. ആ റൂൾസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം ആ റിസർച്ചർ എന്ന് പറയുന്നത്. റിപ്പീറ്റ് സ്റ്റെപ്സ് ഓവർ ആൻഡ് ഓവർ, അതായത് ആ ഘട്ടങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കമ്പൈൻസ് തിയറീസ് ഓർ ഐഡിയാസ് വിത്ത് ഫാക്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ, അതായത് നമുക്ക് ഒരു വ്യവസ്ഥാപിതമായ രീതി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഈ സിദ്ധാന്തങ്ങളും ആശയങ്ങളും എന്ത് ചെയ്യുക, ഈ ഫാക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമ്പൈൻ ചെയ്യിക്കുക. അതാണ് ഒരു റിസർച്ചർക്ക് വേണ്ട മറ്റുള്ള ഗുണങ്ങൾ. ഈ തിയറീസും ഐഡിയാസ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് തിയറീസും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും, അത് ആ ഫാക്റ്റുമായിട്ട്, ആ യാഥാർത്ഥ്യവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ, മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പരസ്പരം ഇവരുടെ കമ്പാരിസൺ നടത്തുക. ദെൻ യൂസ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിന് ആ ഒരു റിസർച്ചറുടെ തന്നെ ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ, അയാളുടെ ഇമാജിനേഷനും അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ആ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും കൂടി ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഒരു റിസർച്ചർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ആവുള്ളൂ. അതുപോലെ തന്നെ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു റിസർച്ച് ചെയ്യാനും പറ്റുള്ളൂ.
സോ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്നാണ് പറഞ്ഞത്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്ന ആ ഒരു സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാൻ, ഒന്ന് അതിനെ പുനഃപരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല പുതിയതായിട്ടുള്ള ആശയങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്, ഇൻക്ലൂഡ് ചെയ്യും. കാരണം റിസർച്ച് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പം ആ ഒരു ഇതും കൂടി നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ സാധിക്കും. പിന്നെ നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക് യു.